രാജ്യത്തിറക്കിയ വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളിൽ ഏറ്റവും ജനപ്രിയമായത് കേരളത്തിൽ സർവീസ് നടത്തുന്ന ട്രെയിനാണ്. റെയിൽവേയുടെ കേരളത്തിലെ വന്ദേ ഭാരത് സർവീസ് ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്നവയാണ്. ഇതോടെ റെയിൽവേ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ സർവീസുകൾ നടത്താൻ ഒരുങ്ങുകയാണ്. നിലവിൽ സംസ്ഥാനത്തോടുന്ന 8 കോച്ചുള്ള വന്ദേ ഭാരതിന് പകരം 20 കോച്ചുള്ളവ വരികയാണ്. നിലവിൽ ആലപ്പുഴ വഴി ഓടുന്ന തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതിന് പകരമാണ് പുതിയ തീവണ്ടി ഓടുക. നിലവിൽ റെയിൽവേ കണക്കു പ്രകാരം ഇന്ത്യയിൽ ഓക്യുപ്പൻസി 200% വണ്ടിയാണിത്. 100 സീറ്റുള്ള വണ്ടിയിൽ കയറിയും ഇറങ്ങിയും 200 യാത്രക്കാർ സീറ്റ് ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക്. മംഗളൂരു തിരുവനന്തപുരം വണ്ടിയിലെ 474 സീറ്റും എപ്പോഴും യാത്രക്കാരുമായാണ് ഓടുന്നത്. 20 റേക്കായാൽ 1246 സീറ്റിലധികം ഉണ്ടാകും. 20 കോച്ചുള്ള വന്ദേ ഭാരതുകൾ അടുത്തിടെയാണ് റെയിൽവേ അവതരിപ്പിച്ചത്. പുതിയതായി ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്നിറങ്ങിയ 2 വന്ദേ ഭാരതുകൾ കഴിഞ്ഞ ദിവസം ദക്ഷിണ റെയിൽവേക്ക് കൈമാറി. നിലവിൽ 8 റേക്കിലോടുന്ന തിരുവനന്തപുരം മംഗളൂരു തിരുനെൽവേലി ചെന്നൈ വന്ദേ ഭാരതുകൾക്കാണ് പരിഗണന. 16 കോച്ചുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിലെ 1016 സീറ്റും എപ്പോഴും യാത്രക്കാരുമായിട്ടാണ് ഓടുന്നത്. റെയിൽവേയുടെ കണക്കനുസരിച്ച് 100% ഓക്യുപ്പൻസിയുള്ള 17 വണ്ടികളിൽ ഇപ്പോഴും മുന്നിലാണ് ഈ വണ്ടി. അതേസമയം വന്ദേ ഭാരതിന്റെ നീലയും വെള്ളയും നിറം ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓറഞ്ച്, ചാരം, കറുപ്പ് എന്നിവയുടെ സംയോജനത്തോടെയുള്ള നിറമാണ് ഇറക്കുന്നത്. വെള്ള നിറത്തിലുള്ള പല വണ്ടികളിലും മഞ്ഞ നിറം പടർന്നിരുന്നു. വിവിധ സോണലുകൾ അത് പരാതിയുമായി അറിയിച്ചതിനെ തുടർന്നാണ് ICF റെയിൽവേ അനുമതിയുടെ നിറം മാറ്റിയത്. ഓക്യുപ്പൻസി റേറ്റിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ വന്ദേ ഭാരതിൽ കോച്ചുകൾ കൂട്ടണമെന്ന ആവശ്യം കഴിഞ്ഞ കുറച്ചു കാലമായി ഉയരുന്നുണ്ട്. കോച്ചുകളുടെ എണ്ണം കൂട്ടുന്നതിലൂടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേയും യാത്രക്കാരും. അതേസമയം കൊച്ചി ബംഗളൂരു റൂട്ടിലെ സ്പെഷ്യൽ സർവീസായി ഓടിയിരുന്ന വന്ദേ ഭാരത് ട്രെയിൻ സ്ഥിരം സർവീസ് ആക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ഇപ്പോഴും അധികൃതർക്ക് മുന്നിലുണ്ട്. യാത്രക്കാർ കയറാത്തതോ ദക്ഷിണ റെയിൽവേ സമ്മർദ്ദം ചെലുത്താത്തതോ അല്ല സർവീസ് നിന്നുപോകാൻ കാരണം. ബംഗളൂരു ഉൾപ്പെടുന്ന സൗത്ത് വെസ്റ്റ് റെയിൽവേ സോൺ അസൗകര്യം അറിയിച്ചതുകൊണ്ട് മാത്രമാണ് കേരളത്തിന് കൊച്ചി ബംഗളൂരു സർവീസ് നിന്നുപോകാൻ കാരണമായത്. അതേസമയം തിരുനെൽവേലി വന്ദേ ഭാരത് എക്സ്പ്രസിലെ യാത്രക്കാർക്ക് വിതരണം ചെയ്ത ഭക്ഷണത്തിൽ ചെറുപ്രാണികളെ കണ്ട സംഭവത്തിൽ മാപ്പ് ചോദിച്ച് ദക്ഷിണ റെയിൽവേ. സംഭവത്തിൽ ഭക്ഷണ വിതരണ ഏജൻസിക്ക് റെയിൽവേ 1.5 ലക്ഷം രൂപ പിഴ ചുമത്തി. കഴിഞ്ഞ ശനിയാഴ്ച പ്രഭാത ഭക്ഷണത്തോടൊപ്പം വിളമ്പിയ സാമ്പാറിലാണ് യാത്രക്കാരൻ പ്രാണിയെ കണ്ടെത്തിയത്. മധുരയിൽ നിന്ന് ട്രെയിനിൽ പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇദ്ദേഹം പരാതി നൽകി. തുടർന്ന് റെയിൽവേ അധികൃതർ യാത്രക്കാരനോട് ക്ഷമാപണം നടത്തുകയും കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. പിന്നാലെ ബൃന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സിന്റെ നിയന്ത്രണത്തിലുള്ള തിരുനെൽവേലി ബേസ് കിച്ചൺ വിതരണം ചെയ്യുന്ന ഭക്ഷണം ഓൺബോർഡ് മാനേജർ, ചീഫ് കാറ്ററിംഗ് ഇൻസ്പെക്ടർ, ചീഫ് കൊമേഴ്സ്യൽ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് കൊമേഴ്സ്യൽ മാനേജർ എന്നിവർ പരിശോധിച്ചപ്പോൾ കാസറോൾ കണ്ടെയ്നറിന്റെ അടപ്പിൽ ഇത്തരം പ്രാണികളുള്ളതായി കണ്ടെത്തി. തുടർന്നാണ് നടപടിയെടുത്തത്.